ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഒരു വീഡിയോ, അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ 50K വ്യൂസ് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് കേട്ടോ. മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഏതാണ്ട് 25K വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ ഇടുവോ, ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഇടുവോ എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ആ വീഡിയോ എത്രത്തോളം വ്യൂസ് കയറും അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കയറും എന്നുള്ളത് നോക്കിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 50 ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എത്ര വ്യൂസ് കയറും എന്നുള്ള കാര്യം. അപ്പൊ 40 ഒക്കെ ആയപ്പോ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോ 50 അടുത്താലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും 50,000 വ്യൂസ് ഒക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ പോലെ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഭാഗം പാട്ടെടുത്തിട്ട് പാട്ടിന് നെക്സ്റ്റ് ഒരു ഭാഗം ചെയ്യാമെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മള് സെയിം പാട്ടിന്റെ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് ഇന്ന് ചെയ്യാണ്. ആ ഒരു വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് ഈ ഒരു വീഡിയോയിലും തരണം. പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് വീണ്ടും ആ പാട്ടിന്റെ തന്നെ ചെയ്യുന്ന വേറൊരു ഭാഗത്ത് ചെയ്യുന്നത്. എന്തായാലേ മണിച്ചേട്ടനോടുള്ള ആ ഒരു സ്നേഹം, ആ പാട്ടിനോടുള്ള സ്നേഹം, ആ വലിയ കലാകാരനോടുള്ള അയാളുടെ ശബ്ദത്തോടുള്ള ആ ഒരു സ്നേഹമൊക്കെയാണ് നമ്മൾ മലയാളികൾ കാണിക്കുന്നതെന്ന് എനിക്ക് എന്തോ ആ ഒരു വീഡിയോ ഇട്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോ ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരി ആയതുകൊണ്ടും മനുഷ്യന്റെ ഒക്കെ ആ ഒരു ഏരിയയിലായതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ആ പാട്ടെടുത്ത് വീഡിയോ ചെയ്തത്. അപ്പോ നല്ല കലാകാരന്മാർ ഒരിക്കലും മരിക്കുന്നില്ല. അവരൊക്കെ നമ്മളുടെ ഒക്കെ എല്ലാവരുടെ മനസ്സിലും അവര് ജീവനോടെ ഇരിപ്പുണ്ട്. അവരുടെ ചിത്രരചനകളും പാട്ടുകളും ആക്ടിങ്ങും ഒക്കെ ആയിട്ട് പല രീതിയിൽ അവരൊക്കെ ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ആ ഒരു പാട്ടിന്റെ നെക്സ്റ്റ് ഭാഗമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് പട്ട് മെയ്യടി തൊട്ട് തൊട്ട് പാറടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈൻ്റെ ആണ് കേട്ടോ. അപ്പൊ നോക്കാം, സ്റ്റെപ്പ് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് 1 2 3 4. ഓക്കെ, 1 2 3 4. 1 2 3 4. കാല് 1 2 3 4. റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അതിനനുസരിച്ച് കൈയും 1 2 3 4. 1 2 3 4. ഓക്കെ, അത് 2 ടൈം ചെയ്യുക. ഒന്നുകിൽ സൈഡിലേക്ക് നിന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കായിട്ട് ചെയ്യാം. എങ്ങനെയും ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യം. ഫ്രണ്ടിലേക്കാണെങ്കിൽ എങ്ങനെ ചെയ്യും? 1 2 3 4. 1 2 3 4 ഇങ്ങനെ ചെയ്യും. ഓക്കെ, സൈഡിലേക്ക് ആണെങ്കിൽ 1 2 3 4 ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ചെയ്യാം. 1 2 3 4. 1 2 3 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. അടുത്ത സ്റ്റെപ്പ് 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ സ്റ്റെപ്പ് നോക്കാം. 1 2 3 4. 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ. അത് കാല് നോക്കാം. 1 2 3 4. അതിനനുസരിച്ച് കൈ 1 2 3 4. ഓക്കെ, അപ്പൊ കാലും കൈയും കൂടെ നോക്കാം. 1 2 3 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 4. ഓക്കെ, നോക്കാം. കൈയും കാലും കൂടെ ചേർത്ത് 1 2 3 4. 1 2 3 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. 1 2 3 4. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതാണ്. 1 2 3 4. 1 2 3 4. കൈ നോക്ക. 1 2 3 4.
1 2 3 4. ഒരു തവണയേ ഉള്ളൂ അത്. ഓക്കെ, അപ്പൊ 1 2 3 4. എന്നിട്ട് അവിടെ നിക്ക. 1 2 3 4 1 1 രണ്ട് ഇങ്ങനെ ചെറിയ 2 ചാട്ടം കൊടുത്തിട്ട് കാല് രണ്ടും ഇങ്ങനെ പോക്ക, ഇങ്ങനെ. ഓക്കെ, റീൽസ് എന്തായാലും കാണണം. ഈ വീഡിയോ പഠിക്കുന്നവരെന്തായാലും റീൽസ് കാണാം. റീൽസും കാണാം, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റെപ്സും കാണാം. കണ്ടാലേ എങ്ങനെയാണെന്ന് കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ 1 2 3 4 1 ഇങ്ങനെ. ഓക്കെ, 2 ചാട്ടം അവിടെ, പിന്നെ 2 പ്രാവശ്യം ഇങ്ങനെ കാലുപൊക്കി നിൽക്കാം. ഓക്കെ, ഇതാണ് ആ ഭാഗത്ത് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പാണ് 1 2 3 4 1 2 3 4. കൈ താഴെ വെക്കുക, മുകളിലോട്ട് കൊടുക്കുക, താഴെ വെക്കുക, മുകളിലോട്ട് കൊടുക്കുക. കാല് നോക്ക. 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. അപ്പൊ കൈയും കാലും കൂടെ ചേർത്ത് 1 2 3 4 1 2 3 4. അങ്ങനെ 2 സൈഡും കൂടെ 4 പ്രാവശ്യം ഓക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്ക. 1 2 3 4. ഇങ്ങനെ തിരിയ. കാല് നോക്ക, കൈ ഇങ്ങനെ പിടിക്ക. 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ കാണിച്ചു തരാം. 1 2 3 4. അത് കഴിഞ്ഞിട്ട് അപ്പൊ 1 2 3 4 വന്നില്ലേ? അത് കഴിഞ്ഞ് 1 2 3 4 1 2 3 4 ഈ സ്റ്റെപ്പ് ചെയ്യുക കേട്ടാ. ഓക്കെ, അപ്പൊ 1 2 3 4 1 2 3 4. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ 1 2 3 4. ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 2 3 4 1 2 3 4. ഇതാണ് ചെയ്യേണ്ടത്. അത് കാല് കാണിച്ചു തരാം. ഇങ്ങനെ 1 2 3 4 വന്നു. അപ്പുറത്തെ കാല് ഇങ്ങോട്ട് ഇട്ട് വെക്കുക. 1 2 3 4 1 2 3 4. ഇങ്ങനെ ചെയ്യാം. 2 കൈ ഒപ്പം വെക്കുക. ഇങ്ങനെ വണ്ടി ഓടിക്കില്ലേ, ചെറിയ കുട്ടികൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കില്ല, അതുപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കാം. ഓക്കെ, 1 2 3 4 1 2 3 4. ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നോക്കാം. ഇതാണ് 1 2 3 4 1 2 3 4. കാല് ഇങ്ങനെ നമ്മളിങ്ങനെ തുന്നിക്കളിക്കില്ലേ, അതേപോലെ തന്നെ കാല് ചെയ്യാ. കൈ 1 2 3 4 1 2 3 4 ഇങ്ങനെ ചെയ്യാം. നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വന്നിട്ടുള്ള സ്റ്റെപ്പ് നോക്കാം. 3 4 1 2 3 4 1 2 3 4. ഓക്കെ, നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, കാല് നോക്കാം. 1 2 3 4 1 2 3 4. കയ്യ് 1 2 3 4 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇത് 2 പ്രാവശ്യമുള്ളൂ. ആ 2 പ്രാവശ്യം കഴിഞ്ഞാൽ, അതായത് 1 2 3 4. ഓക്കെ, നോക്ക. 1 2 3 4. അപ്പൊ ലെഫ്റ്റ് ആദ്യം നമ്മള് ലെഫ്റ്റ് കാലും റൈറ്റ് ഹാൻഡും വെച്ചിട്ടാ ചെയ്യണത്. അപ്പൊ റൈറ്റ് ലെഗ് ഇവിടെ ആവും അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ കാലിങ്ങനെ വെച്ച് കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള 1 2 3 4 സോറി 1 2 3 4 1 2 3 4. നോക്കാം ഒന്നും കൂടെ. 1 2 3 4 1 2 3 4. ഓക്കെ, കാല് വെറുതെ ജസ്റ്റ് 1 2 ഇങ്ങനെ കാണിക്കുക. കയ്യ് 1 2 കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, ഇതാണ്. വീണ്ടും നെക്സ്റ്റ് വളകിലിക്കണ കുഞ്ഞോളെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അല്ലിക്കൊടിയെ ചെല്ലക്കുടമയാണ്. അപ്പൊ അതിന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇങ്ങനെ ചാടുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുങ്ങ, വീണ്ടും ജസ്റ്റ് പുറത്തോട്ട് ചാടുക, ഇങ്ങനെ ചാടുക. ഓക്കെ ഓക്കെ, അപ്പൊ അല്ലിക്കുടമേ ചെല്ലക്കുടമേ അതിനാണ് കേട്ടാ. അതിനുള്ളത് നോക്കാം. റെഡി, 1 2 3 1 2
3 4 1. അങ്ങനെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ. അപ്പൊ അല്ലിക്കൂടമേ അതിനുശേഷം വളകിലിക്കണ കുഞ്ഞോളെ. ഇതിന്റെ കാലൊന്ന് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, കൈ നമ്മൾ നേരത്തെ ചെയ്തു, ഇവിടെ ചെയ്ത അതേ കൈ തന്നെയാണ് ഇങ്ങോട്ടും ചെയ്യാനുള്ളത് കേട്ടോ. നോക്കാം. നെക്സ്റ്റ് വളകിലിക്കണ കുഞ്ഞോളെ. ഓക്കെ, അപ്പൊ ആ വളകിലിക്കണ കുഞ്ഞോളെ നോക്കാം. ഓക്കെ, 1 2 3 4. കാൽ ജസ്റ്റ് ഒന്ന് കുത്തി 1 2 3 4. കൈ 1 2 3 4. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് കൊടുത്തിട്ടാ ചെയ്യണത്. അപ്പൊ നോക്കാം. 1 2 3 വളകിലിക്കണ കുഞ്ഞോളെ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് വഴിയരിയില് പൂത്ത് നിൽക്കണ സെയിം തന്നെ. ഓക്കെ, നോക്കാം ഒന്നും കൂടെ. വളകിലിക്കണ കുഞ്ഞോളെ വഴിയരികില് ജസ്റ്റ് ഒന്ന് ഓടാം. വഴിയരികില് പൂത്തു നിക്കണം. 1 2 3. നെക്സ്റ്റ് തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവൻ ആരാണോ അതും സെയിമും ആ വീഡിയോയിലുള്ള പോലെ തന്നെ ചെയ്താൽ മതി. ആ ഷോർട്സിലുള്ള പോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, ബൈ.